ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഈസി സിമ്പിൾ ബനാന സ്ട്രോബെറി ഷേക്കാണ്. വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ചൂടുകാലം തുടങ്ങിയിട്ടില്ലേ, അപ്പോൾ അതിന് പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ ഒരു മീഡിയം സൈസ് റോബസ്റ്റ പഴം പീസാക്കി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ സ്ട്രോബെറി, ഒരു 5 സ്ട്രോബെറി ഫ്രോസൺ ആണ്, അതും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഒരു 3-4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കോക്കനട്ട് ഷുഗർ ബണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തണുത്ത പാൽ, ഒന്നല്ലെങ്കിൽ ഫ്രോസൺ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വെച്ച പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് വെച്ച പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രോസൺ ആണെങ്കിൽ കുറച്ചുകൂടെ തിക്കാവും. ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷേക്ക് റെഡിയായി. ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും കാണാൻ പറ്റും ആ സ്ട്രോബെറിയുടെ കളറ്. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം, സ്ട്രോബെറി ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ആ ഒരു സ്ട്രോബെറി എഫക്റ്റും കുറച്ചുകൂടെ തിക്കൊക്കെ ആയിട്ട് വരും. ഞാനപ്പോൾ സിമ്പിളായിട്ട്, നമ്മുടെ എപ്പോഴും ഐസ്ക്രീം ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ല, സോ സിമ്പിളായിട്ടുള്ള ഷേക്കാണ്, മിൽക്ക് ഷേക്കാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.